കൈലാസദൃശ്യകോണെ സുരവിടവിതടെ പാടിയേ മണ്ഡപേ സൻ. നിങ്ങളെ ആദ്യമായിട്ടാണ് ഈ പരിപാടി കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, മറക്കല്ലേ. നിങ്ങളുടെ നാളും പേരും കമന്റ് ബോക്സിലേക്ക് ഇട്ടാൽ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമ്മൾ ഇന്ന് വിചിന്തനം ചെയ്യുന്ന രാഹുവിന്റെയും കേതുവിന്റെയും രാശിമാറ്റത്തെ പറ്റിയാണ്. രാശിമാറ്റം കൊണ്ട് 9 രാശിക്കാർക്ക് ഫലങ്ങൾ നമുക്കിവിടെ ഒന്ന് വിചിന്തനം ചെയ്യാം. മെയ് മാസം 18-ാം തീയതി 4:30 മീനത്തിൽ സഞ്ചരിക്കുന്ന രാഹു കുംഭത്തിലും, ചിങ്ങത്തിൽ സഞ്ചരിക്കുന്ന കേതു കന്നിയിലും, കന്നിയിൽ സഞ്ചരിക്കുന്ന കേതു ചിങ്ങത്തിൽ വരും. രാഹു കേതുക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായിട്ടൊരു രാശി ഇല്ലാത്തവരാണ്. എല്ലാ ഗ്രഹങ്ങളും മുമ്പോട്ട് സഞ്ചരിക്കുമ്പോൾ രാഹുകേതുക്കൾ പുറകോട്ടാണ് സഞ്ചരിക്കുന്നത്. രാഹുവും മർമ്മസ്ഥാനത്തിനും ഞരമ്പിന്റെ പ്രവർത്തനങ്ങൾക്കും നമ്മളെല്ലാം സഹായിക്കുന്ന രാഹുകേതുക്കളാണ്. അപ്പൊ രാഹുകേതുക്കളില്ലാതെ ഒരു ശരീരം മുമ്പോട്ട് പോകത്തില്ല. ആദ്യത്തെ രാശി എന്നത് മേടക്കൂറിൽ ജനിച്ച അശ്വതിയുടെ 1, 2, 3, 4 പാദങ്ങളും, ഭരണിയുടെ 1, 2, 3 പാദങ്ങളും, 3, 4 പാദങ്ങളും, കാർത്തികയുടെ കാലും ചേരുന്ന മേടക്കൂറിലെ ഫലം നമുക്കൊന്ന് ആദ്യമായിട്ട് വിചിന്തനം ചെയ്യാം. ഇപ്പോൾ രാഹു 12-ൽ നിന്ന് 11-ലേക്ക് വരും. വളരെ നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണിപ്പോൾ. ഗുണാനുഭവങ്ങൾ കൂടിയിരിക്കും. കാര്യവിജയങ്ങൾ ക്രമേണ ഉണ്ടാകും. ഉയർച്ചയും സാമ്പത്തികവും ഉടലെടുക്കും. ജോലിയിൽ പ്രമോഷൻ ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ പ്രക്രിയകൾ വീട് പൂർത്തീകരിക്കും. പുതിയ വാഹനങ്ങൾ മേടിക്കാൻ ഇടയാകും. പിതൃസ്വത്ത് കുടുംബപരമായി ലഭിക്കാൻ ഇടയാകും. വാഹനം മാറി മേടിക്കും. മേലധികാരിയുടെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുന്നതുകൊണ്ട് ജോലിയിൽ പ്രമോഷൻ കിട്ടും. തന്മൂലം ശമ്പളവും കൂടാൻ ഇടയാകും. വ്യക്തമായ നിലപാടുകൾ സർവ ആദരങ്ങൾക്കും കാരണമാകും. വീഴ്ചകൾ ഉണ്ടാകാൻ നോക്കണം. ഉദ്യോഗത്തിന്റെ കാലാവധി തീർന്നതിനാൽ മറുദേശം വിട്ട് ജന്മനാട്ടിലേക്ക് തിരികെ പോരേണ്ടി വരാൻ ഇടയാകും. ഭരണി സംഘടനാ പ്രവർത്തനങ്ങൾക്ക് സാന്നിധ്യം വയ്ക്കാൻ ഇടയാകും. പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ഒപ്പുവയ്ക്കാൻ ഇടവരും. എന്നാലും വിദഗ്ധോപദേശം തേടി വേണം പുതിയ വ്യാപാര വ്യവസായങ്ങളിൽ ഏർപ്പെടാൻ. വിതരണ രംഗം വിപുലമാകുവാൻ സഹായിക്കും. പുതിയ ജോലിക്കാരെ വയ്ക്കേണ്ടി വരും. ഭക്ഷ്യവിഷബാധ ഏക്കാതെ സൂക്ഷിക്കണം. ഭൂരിപക്ഷ അഭിപ്രായത്തെ മാനിക്കുന്നതിനാൽ
ആത്മസംതൃപ്തി തോന്നാനിടയാകും. സമാധാനപരമായി പരീക്ഷ എഴുതാൻ സാധിക്കും. മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ അന്യദേശയാത്ര പുറപ്പെടും. പ്രയത്നങ്ങൾക്ക് അന്തിമമായി ഫലം ഉണ്ടാകും. ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാകാൻ ഇടയാകും.